ഇറാനിൽ കനത്ത നാശം വിതച്ച് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാൻ സംയുക്ത സൈനിക മേധാവി അടക്കം മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടു. നടാൻസ് ആണവ കേന്ദ്രവും തകർത്തു. കഴിഞ്ഞ രാത്രിയും ഇന്ന് പകലുമാണ് ആക്രമണം നടത്തിയത്. ഇറാനിൽ പലയിടങ്ങളിലും സ്ഫോടനങ്ങൾ ഉണ്ടായി. ആക്രമണത്തിൽ 78 പേർ മരിച്ചു, 329 പേർക്ക് പരിക്ക്. തിരിച്ചടിച്ച് ഇറാൻ ഇസ്രായേലിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തി. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാൻ അടക്കം 10-ലധികം കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണമാണ് ഇസ്രയേൽ നടത്തിയത്. ആണവ കേന്ദ്രങ്ങളും സൈനിക മിസൈൽ കേന്ദ്രങ്ങളെയും സൈനിക നേതൃത്വത്തെയും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. പാർപ്പിട സമുച്ചയങ്ങൾക്ക് നേരെയടക്കം ആക്രമണം ഉണ്ടായെന്നും സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടുവെന്നും ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കനത്ത നാശമാണ് ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാനിലുണ്ടായത്. നഥാൻസ് ആണവ കേന്ദ്രത്തിൽ 2 തവണ ആക്രമണം നടത്തി. തബ്രീസ് സൈനിക വിമാനത്താവളവും ആക്രമിച്ചു. വടക്ക് പടിഞ്ഞാറൻ ഇറാനിൽ സ്ഫോടനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. 200 വിമാനങ്ങളാണ് ആക്രമണത്തിൽ പങ്കെടുത്തത്. വ്യോമാക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ തലവൻ ജനറൽ ഹൊസൈൻ സലാമി, ഇറാൻ സംയുക്ത സൈനിക മേധാവി മുഹമ്മദ് ബാഗേരി, സൈന്യത്തിന്റെ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് കമാൻഡർ ഗോലാം അലി റാഷിദ്, മിസൈൽ പ്രോഗ്രാം തലവൻ ജനറൽ അമീർ അലി ഹാജി സദേഹ്, മുതിർന്ന ആണവ ശാസ്ത്രജ്ഞന്മാരായ ഫെറൈദൂൺ അബ്ബാസി, മുഹമ്മദ് മഹ്ദി ടെഹ്റാൻജി എന്നിവർ കൊല്ലപ്പെട്ടു. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുടെ ഉപദേഷ്ടാവ് അലി ഷംഖാനി കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇറാനിൽ നിന്നുള്ള ആണവായുധ ഭീഷണി ഒഴിവാകും വരെ ആക്രമണം തുടരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇസ്രയേലിന് കഠിനമായ ശിക്ഷ നൽകുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി പ്രതികരിച്ചു. രക്ഷാസമിതി യോഗം ചേരണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. ആക്രമണത്തെ ഖത്തറും റഷ്യയും അപലപിച്ചു. ഇസ്രയേൽ ആഗോള സുരക്ഷയ്ക്ക് ഭീഷണിയെന്നും ആക്രമണം സമാധാനത്തിന് തുരങ്കം വയ്ക്കുന്നതാണെന്നും ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.